കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അപകട ഭീഷണി ഉയർത്തി മറ്റൊരു ക്ലോക്ക് ടവർ കെട്ടിടം കൂടിയുണ്ട്. അത് കഴിഞ്ഞ ദിവസം തകർന്നു വീണ ക്ലോക്ക് ടവർ കെട്ടിടത്തിന്റെ സമീപത്താണ് യാത്രക്കാർക്ക് ഭീഷണിയായി ഈ കെട്ടിടവും സ്ഥിതി ചെയ്യുന്നത്. ഒരു വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്കാണ്. തൊട്ടരികെ അപകട ഭീഷണി ഉയർത്തി സമാനമായ മറ്റൊരു കെട്ടിടം. എപ്പോൾ വേണമെങ്കിലും ഇത് തകർന്നു വീഴാം. കിഴക്കേ സൈഡിൽ പൊളിച്ച പോലെ ബലമില്ലാത്ത ആ സൈഡിൽ അതും കൂടിയൊക്കെ പൊളിക്കേണ്ട അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ അതേപോലുള്ള ഒരു ഗോപുരം തന്നെയാണ് ഇപ്പുറത്ത് ഇവിടെ ഉള്ളത്. അതിന് എത്ര ബലമുണ്ടെന്ന് അത് പരിശോധിക്കണം. തൊട്ടപ്പുറത്ത് ഒരു ഫുട് ഓവർ ബ്രിഡ്ജുണ്ട്. പക്ഷേ അതായിരിക്കും കൂടുതൽ ബലഹീനമായിട്ട് ഉള്ളതാണെന്ന് തോന്നുന്നു. അതൊക്കെ ഈ സമയത്തെങ്കിലും പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് കൂടുതലും മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട്. അപ്പോൾ അപകട സാധ്യത കൂടുതലുണ്ടാവും. ആഴം കൂടിയ പൈലിംഗ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും മണ്ണിൻ്റെ ബലക്കുറവ് ചിലപ്പോൾ അതൊക്കെ ബാധിക്കുന്നുണ്ടാവും. ആയിരക്കണക്കിന് സഞ്ചാരികളെത്തുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഈ കാഴ്ച. കെട്ടിടം തകർന്നതിന്റെ പശ്ചാത്തലത്തിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അപകടം പതിയിരിപ്പുണ്ട്. പൊളിക്കേണ്ടി വരും മിക്കവാറും. എന്താ വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് അപകടങ്ങൾ ഉണ്ടാകുന്ന വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. ജനങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിറയെ ഉള്ളതല്ലേ. അതിനെ കൊണ്ട് ഇപ്പോൾ മറ്റേ തന്നെ പൊളിയുമ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ആരും ഇല്ലാതെ മറ്റേ പാസഞ്ചർ വന്ന് പോയ സമയത്താണ്. ഇല്ലെങ്കിൽ അതിലുള്ള ജനങ്ങൾ മുഴുവൻ ഒരു ഇതാവുമായിരുന്നു. അപകടമുണ്ടാകാൻ അധികൃതർ കാത്തുനിൽക്കരുത് എന്നാണ് യാത്രക്കാരുടെ അപേക്ഷ. കാലപ്പഴക്കത്തിനൊപ്പം ശക്തമായ മഴയുണ്ട്. ഒപ്പം പൈലിങ്ങിന്റെ പ്രകമ്പനവും. ഈ കെട്ടിടവും എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാം. റെയിൽവേയുടെ നടപടി പ്രതീക്ഷിച്ചുകൊണ്ട് കോഴിക്കോട് നിന്ന് ഷബീർ കല്ലിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.